ഭർത്താവില്ലാത്തപ്പോൾ മദ്യക്കുപ്പികളുമായി വിശാൽ വീട്ടിലേക്ക് വന്നു. ഗുരുതര ആരോപണവുമായി ഗായിക സുചിത്ര. തമിഴ് സിനിമയിലെ പ്രമുഖ നടനും താരസംഘടനയുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന വ്യക്തിയുമാണ് നടൻ വിശാൽ. സൂപ്പർ താരമായി അഭിനയ ജീവിതത്തിൽ സജീവമാണെങ്കിലും വിശാലിന്റെ പുതിയൊരു വീഡിയോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു. പൊതുവേദിയിൽ സംസാരിക്കുന്നതിനിടെ നടന്റെ കൈകൾ വിറയ്ക്കുന്നതും രൂപത്തിൽ വന്ന മാറ്റവും ഒക്കെ കണ്ട് ആരാധകർ വളരെയധികം വിഷമത്തിലായിരുന്നു. വിശാലിന് കാര്യമായ എന്തോ അസുഖമാണെന്നും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നും അതാണ് വീഡിയോയിൽ കണ്ടതെന്നും തുടങ്ങി നിരവധി ഊഹാപോഹങ്ങളും പ്രചരിച്ചു. ഇതിനോടനുബന്ധിച്ച് നിരവധി പേരാണ് വിശാലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തി രംഗത്ത് വരുന്നത്. കൂട്ടത്തിൽ ഗായിക സുചിത്ര പങ്കുവച്ച കാര്യങ്ങളും ശ്രദ്ധേയമാവുകയാണ്. ഭർത്താവിനെതിരെയും നടൻ ധനുഷ് തുടങ്ങി പ്രമുഖരായ താരങ്ങൾക്കെതിരെയും ഒക്കെ ഗുരുതര ആരോപണങ്ങളാണ് സുചിത്ര ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ നടൻ വിശാലിനെതിരെയും സമാന രീതിയിൽ ഒരു ആരോപണവുമായിട്ടാണ് ഗായിക എത്തിയിരിക്കുന്നത്. തന്റെ വീട്ടിൽ ഭർത്താവില്ലാത്തപ്പോൾ മദ്യക്കുപ്പികളുമായി നടൻ വന്നുവെന്നാണ് ഇവരുടെ വെളിപ്പെടുത്തൽ. പുതിയ സിനിമയുടെ പത്രസമ്മേളനത്തിൽ വിറയ്ക്കുന്ന കൈകളുമായി പതിഞ്ഞ ശബ്ദത്തിലാണ് വിശാൽ സംസാരിച്ചത്. ഈ വീഡിയോ കണ്ടതിനു ശേഷം വിശാലിനെ ഇങ്ങനൊരു അവസ്ഥയിൽ കണ്ടതിൽ തനിക്ക് സന്തോഷമുണ്ടെന്ന് പറഞ്ഞാണ് ഗായിക സുചിത്ര എത്തിയത്. ആദ്യ ഭർത്താവ് കാർത്തിക് കുമാറിനൊപ്പം താമസിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ഒരു ദിവസം രാത്രി കാർത്തിക് കുമാർ വീട്ടിലില്ലാത്ത സമയത്ത് വീടിന്റെ വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ടു. താൻ വാതിൽ തുറന്നപ്പോൾ നടൻ വിശാലാണ് വന്നത്. അദ്ദേഹം മദ്യലഹരിയിലാണെന്ന് മനസ്സിലായി. അകത്തേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചെങ്കിലും ഇല്ലെന്ന് പറഞ്ഞു. മാത്രമല്ല വൈൻ കുപ്പി തരാൻ വന്നതാണെന്ന് വിശാൽ പറയുകയും ചെയ്തു. ഭർത്താവിന്റെ അഭാവത്തിലാണ് അന്ന് വിശാൽ വീട്ടിലെത്തിയത്. മാത്രമല്ല അതിനുശേഷം അദ്ദേഹം കാർത്തിക് കുമാറിനെയും ഗൗതം മേനോനെയും കുറിച്ച് അസഭ്യം പറയുകയും ചെയ്തു. വിശാൽ നിങ്ങളെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ലെന്നായിരുന്നു സുചിത്രയുടെ മറുപടി. മാത്രമല്ല ഒരു പൂച്ച വന്ന് ശല്യപ്പെടുത്തിയതുപോലെ മാത്രമേ അത് തോന്നിയിട്ടുള്ളൂ. വിശാൽ സുഖം പ്രാപിക്കുന്നതിന് വേണ്ടി നിരവധി പേരാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ മൈക്ക് കയ്യിൽ പിടിക്കാൻ പോലും കഴിയാത്ത അദ്ദേഹം വിറയ്ക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ് തോന്നിയതെന്നും സുചിത്ര പറഞ്ഞു.